വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ, ആധികാരികമായ രേഖകൾ എന്നിവയൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ധാരാളം പ്രസംഗങ്ങൾ മാർപ്പാപ്പ എല്ലാ ആഴ്ചയിലും നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രസംഗങ്ങൾ വിവിധ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് വേണ്ടി നൽകിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെറുപ്പക്കാരോടെ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ കേൾക്കുകയുണ്ടായി. പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് മാർപ്പാപ്പ നടത്തിയ ഒരു പ്രസംഗം നമ്മൾ കേട്ടു. വൈദികർക്ക് വേണ്ടി അദ്ദേഹം നൽകിയ സന്ദേശവും നമ്മൾ കേട്ടതാണ് അടുത്ത കാലങ്ങളിൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് ഒരു സന്യാസ സമൂഹത്തോടെ സഭയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹങ്ങളുടെ 5ാമത് ലോക കോൺഗ്രസിൽ, അവരുടെ വലിയ സമ്മേളനത്തിൽ വത്തിക്കാനിൽ വെച്ചാണ് നടന്നത്. മാർപ്പാപ്പ നൽകിയ ഒരു സന്ദേശമാണ് അവതരിപ്പിക്കുന്നത്. വിവിധ തരത്തിലുള്ള അംഗങ്ങളുണ്ട് ഈ സന്യാസ സമൂഹത്തിന്. വലിയ ഒരു ആതിഥേയത്വത്തിന്, ആധ്യാത്മിക നവീകരണത്തിന് വഴിതെളിച്ച ഒരു കോൺഗ്രിഗേഷനാണ് ബെനഡിക്റ്റൈൻ. നമുക്ക് മാർപ്പാപ്പ പറഞ്ഞ പ്രസംഗത്തിലേക്ക് വരാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായ എന്താണ് ഈ സന്യാസിമാരൊക്കെ ചെയ്യുന്നത്, ലോകത്തിന് നൽകുന്ന സംഭാവന എന്താണ് എന്നതിലേക്ക് വെളിച്ചം വീശാൻ സഹായിക്കും മാർപ്പാപ്പ അവരോട് പറഞ്ഞ വാക്കുകൾ. സ്വാർത്ഥത, വ്യക്തിത്വവാദം, വ്യക്തിഗതവാദം, ഇൻഡിവിഡ്വലിസം, നിസ്സംഗത, ഇൻഡിഫറൻറ്റിസം എന്നിവയുടെ അടച്ച അറകൾക്കുള്ളിൽ വീർപ്പുമുട്ടുന്നു എന്ന് തോന്നുന്ന സമൂഹത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകതകളായി മാർപ്പാപ്പ പറഞ്ഞതാണിവ. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ആതിഥേയത്വത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും മാനങ്ങൾ നാം പുനർകണ്ടെത്തണം എന്ന സന്ദേശമാണ് നൽകിയത്. ഈ ആശ്രമത്തിന്, ഈ സന്യാസ സമൂഹത്തിന് അത് സാധിക്കും. അത് അവരുടെ കാര്യസ്ഥത്തിൽ പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് പരിശുദ്ധ പിതാവ് ശ്രമിക്കുന്നത്. ഇത് ബെനഡിക്റ്റൈൻ സഭാംഗങ്ങളുടെ 5ാമത് ലോക കോൺഗ്രസ് ആണ്. അതിൽ പങ്കെടുത്ത പ്രതിനിധികളോടാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകുന്നത്. സെപ്റ്റംബർ 15 ഈ സമ്മേളനം നടന്നത് എന്നത് ഓർമ്മിപ്പിക്കുന്നു. മാർപ്പാപ്പയുടെ ചെറിയ സമ്മേളനങ്ങളൊക്കെ കൂടുന്ന ക്ലമൻറ്റൈൻ ഹാളിലാണ് വത്തിക്കാനിലെ ഈ സംഭവം നടന്നത്. അവരെ കണ്ടുമുട്ടി. പ്രത്യേകിച്ച് ബെനഡിക്റ്റ് ആണല്ലോ ഈ സമൂഹത്തിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. തൻ്റെ അനുയായികളോട് പറഞ്ഞ വചനം അതിമനോഹരമാണ്. അതിൻ്റെ പ്രകാശനത്താൽ ജീവിക്കാൻ മാർപ്പാപ്പ അവരെ ആഹ്വാനം ചെയ്തു. തൻ്റെ അനുയായികളെ സ്നേഹത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത മാധുര്യത്തിലേക്ക് ഹൃദയം വിശാലമാക്കാൻ, അത് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ വാക്കുകളാണ്. അതിലേക്കാണ് മാർപ്പാപ്പ അവരെ ക്ഷണിക്കുന്നത്. അത് ബെനഡിക്റ്റ് പറഞ്ഞ കാര്യവും തന്നെയാണ്. ഒന്നുകൂടെ പറയുന്നു, തൻ്റെ അനുയായികളെ സ്നേഹത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത മാധുര്യത്തിലേക്ക് ഹൃദയം വിശാലമാക്കാൻ. ഇത് ബെനഡിക്റ്റിൻ്റെ ചൈതന്യമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അതിൻ്റെ ഒരു സമ്മറി പോലെയുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങി. രാവിലെ ആയിരുന്നത് കൊണ്ട് അവർക്ക് സുപ്രഭാതം ആശംസിച്ചു. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ, ലോക കോൺഗ്രസിൻ്റെ ഭാഗമായി കാണാൻ കഴിഞ്ഞതിലുള്ള ആനന്ദത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ബെനഡിക്റ്റൈൻ സഭാംഗം, ബെനഡിക്റ്റനായ ഒരാൾ, അവനോ അവളോ സ്വന്തം കുടുംബത്തിലും സാമൂഹിക ചുറ്റുപാടിലും ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അതാണാണേലും പെണ്ണാണേലും, രണ്ടു കൂട്ടരും ഉണ്ട് അതിനകത്ത്. സ്വന്തം കുടുംബത്തിലും സാമൂഹ്യ ചുറ്റുപാടുകളിലും ദൈവത്തിൻ്റെ കൃപ
തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നവരാണ്. പരിശുദ്ധ നിയമം അവർക്ക് നൽകിയത്, എങ്ങനെ ജീവിക്കണമെന്ന നിയമം നൽകിയത് ബെനഡിക്റ്റാണ്. പരിശുദ്ധ നിയമം, ആശ്രമത്തിൻ്റെ ആത്മീയ പാരമ്പര്യം എന്നീ മൂല്യങ്ങൾ വിശ്വാസയാത്രയ്ക്ക് പ്രചോദനമേകുന്നു. ഒരു ബെനഡിക്റ്റീൻ അംഗം ജീവിക്കേണ്ടത് അവരുടെ നിയമം അനുസരിച്ചുകൊണ്ടും ആശ്രമത്തിൻ്റെ ഒരു ആത്മീയ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുമാണ്. ഇറ്റാലിയൻ ബെനഡിക്റ്റൈൻ സമൂഹത്തിൻ്റെ നിയമാവലിയിലെ 2ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. അതാണ് മാർപ്പാപ്പ ഉദ്ധരിച്ചത്. അവൻ്റെയോ അവളുടെയോ സ്വന്തം കുടുംബത്തിലും സാമൂഹിക ചുറ്റുപാടിലും ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് ഒരു ബെനഡിക്റ്റൈൻ അംഗം. പരിശുദ്ധ നിയമം, ആശ്രമത്തിൻ്റെ ആത്മീയ പാരമ്പര്യങ്ങൾ എന്നിവ അവരുടെ വിശ്വാസയാത്രയ്ക്ക് അടിസ്ഥാനമായി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ ആത്മീയ പാതയെക്കുറിച്ച്, ഈ ആത്മീയ വരത്തെക്കുറിച്ച് ഏതാനും ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത് എന്ന് മാർപ്പാപ്പ ആമുഖമായി പറഞ്ഞു. സ്നേഹത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത മാധുര്യത്തിലേക്ക്, ഇതിൻ്റെ ഒരു മാധുര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹമാണ് ജീവിതത്തിന് മാധുര്യം നൽകുന്നത്, അത് മറക്കരുത്. അനുയായികളെ ക്ഷണിക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മനോഹരമായ പ്രകാശനം ഒരു രീതിയിൽ ഇങ്ങനെ ക്രോഡീകരിക്കാനാകുമെന്ന് ഞാൻ കരുതുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. എത്ര മനോഹരമാണ് ആ വാക്യം! സ്നേഹത്തിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത മാധുര്യത്തിലേക്ക് വികസിപ്പിച്ച ഒരു ഹൃദയം, അതാണ് പ്രധാനം. ഇങ്ങനെ വിശാലമാക്കിയ ഹൃദയം ബെനഡിക്റ്റൈൻ ചൈതന്യത്തിൻ്റെ സവിശേഷതയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് മറ്റുള്ളവർക്കൊരു മാതൃകയാണ്, ഒരു പ്രചോദനമാണ്. സന്യാസിമാരൊക്കെ ചെയ്യുന്നത്, ആശ്രമത്തിൽ ജീവിക്കുന്നവർ ഈ ഒരു ചൈതന്യം എല്ലാവരിലേക്കും, ക്രൈസ്തവരിലേക്കും പ്രസരിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. പാശ്ചാത്യ ലോകത്തെ ആത്മീയതയെ ഇത് ഊർജ്ജസ്വലമാക്കി എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വികസിക്കുകയും ചെയ്തു. യൂറോപ്പിൽ തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം, അത് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചു. വിശാലമായ ഹൃദയം എന്ന ഈ പ്രകാശനം സുപ്രധാനമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. വിശാലമായ ഹൃദയം, ഇടുങ്ങിയ ഹൃദയമല്ല, വളരെ ഡിഫ്യൂസ്ഡായ ഒരു ഹൃദയം. നൂറ്റാണ്ടുകളായി ബെനഡിക്റ്റൈൻ കാരിസം കൃപയുടെ കരിസ്മാറ്റിക് മുന്നോടിയായി മാറി എന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ വേരുകൾ മരത്തിന് നന്നായി വളരാൻ തക്ക വിധം ആഴമേറിയതാണ്. കാരണം ഇത് ഒത്തിരി കാലമായി ഒരു മരത്തിൻ്റെ വേരുകളാണല്ലോ ആഴേക്ക് ചെല്ലും തോറും അവനെ പിടിച്ചു നിലനിർത്തുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. കാലഭേദങ്ങളുടെ വിനാശങ്ങളെ അതിജീവിച്ച് സുവിശേഷത്തിൻ്റെ സ്വാദിഷ്ടമായ ഫലങ്ങൾ അത് വഹിച്ചു എന്നതാണ് സത്യം. ബെനഡിക്റ്റൈൻ ആശ്രമ പാരമ്പര്യം കൊണ്ടുവന്ന മഹത്തായ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ രഹസ്യം ഈ വികസിത ഹൃദയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപ്പ പറയുകയാണ്, സഭാംഗങ്ങൾ സ്വയം വാഗ്ദാനമെടുക്കുന്നതും മഹാനായ വിശുദ്ധ ആശ്രമാധിപതിയുടെ കാൽപ്പാടുകൾ പിൻചെല്ലാൻ സ്വയം സമർപ്പിക്കുന്നതും ഇതുകൊണ്ടാണ് എന്നും മാർപ്പാപ്പ പറയുകയാണ്. അതിനാൽ ഹൃദയത്തിൻ്റെ വിശാലത എന്നതിൻ്റെ 3 വശങ്ങൾ ചുരുക്കമായി വിവരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഹൃദയത്തിൻ്റെ വിശാലത അത് അവരുടെ കാര്യമാണ്, ആ കാര്യങ്ങളാണ് പറയുന്നത്. സന്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കും ബാധകമാണ്. നമ്മുടെയും ഹൃദയം വികസിക്കണം എന്നത് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ഈ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, മാർപ്പാപ്പയുടെ ഈ പ്രസംഗം എടുത്ത് ഉദ്ധരിക്കുന്നത്. ദൈവത്തെ തിരയൽ, അതാണ് ഒന്നാമത്തെ കാര്യം. 2, സുവിശേഷത്തിന് വേണ്ടിയുള്ള ഉത്സാഹമാണ്. 3, ആതിഥേയത്വം. 3 ആശയങ്ങളാണ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. ബെനഡിക്റ്റൈൻ ജീവിതം, ഈ സന്യാസിമാരുടെ ജീവിതം പ്രഥമമായും അടയാളപ്പെട്ടിരിക്കുന്നത് ദൈവത്തിനു വേണ്ടിയുള്ള നിരന്തര തെരച്ചിൽ, അന്വേഷണം അതിലാണ്. അവിടുത്തെ ഇഷ്ടം
അവിടുത്തെ അത്ഭുതങ്ങൾ എന്നിവയിലൂടെയാണ്. അപ്പം ഇതിലാണ് അത് അടങ്ങിയിരിക്കുന്നത്. 3 കാര്യങ്ങളാണ്: ദൈവത്തിന് വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം, തെരച്ചിൽ, അവിടുത്തെ ഇച്ഛ, അവിടുത്തെ അത്ഭുതങ്ങൾ എന്നിവയിലൂടെയാണ്. ഈ അന്വേഷണം അവിടുത്തെ വചനത്തിലൂടെയാണ് മുഖ്യമായും നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ജ്ഞാനവായന നിങ്ങളെ എല്ലാ ദിവസവും പരിപോഷിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വായനയാണ് ജ്ഞാനവായന എന്ന് പറയുന്നത്. ലെക്സിയോ ദിവീന. അടുത്ത കാലത്ത് മാർപ്പാപ്പന്മാർ ശക്തമായി വിശ്വാസികളായ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ദൈവവചനം ധ്യാനാത്മകമായി പ്രാർത്ഥനാപൂർവം ജീവിതത്തിൽ പകർത്താനുള്ള നിഷ്ഠയോടെ വായിക്കണം എന്നത്. ലെക്സിയോ ദിവീനയുടെ 3-4 പടികളാണ് അത് എന്ന കാര്യം നമുക്ക് ഓർക്കാം. അതാണ് ഈ സന്യാസിമാരെ പരിപോഷിപ്പിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടാണ് ദൈവത്തെ തിരയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്നത്, കണ്ടെത്തുന്നത് എന്നതാണ് ഒരു ആശയം. അതിന് പുറമെ മാർപ്പാപ്പ പറയുകയാണ്, അവരുടെ ബെനഡിക്റ്റൈൻ ആധ്യാത്മികതയിലുള്ള ഒരു കാര്യം, സൃഷ്ടിയെ ധ്യാനിച്ചുകൊണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ജോലിയെ പ്രാർത്ഥനയായി അനുഭവിച്ചുകൊണ്ട്, അതും അവരുടെ ഒരു സംസ്കാരമാണ്. അങ്ങനെ നിങ്ങളുടെ ജോലികൾ അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറ്റി ഒടുവിൽ ദൈവകൃപയാൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ നിർബന്ധിതരാകുന്ന സഹോദരന്മാരിലേക്ക് എത്തിപ്പെട്ട് എല്ലാമാണ് നിങ്ങൾ ദൈവാന്വേഷകരായി തീരുന്നത്. ബെനഡിക്റ്റൈൻമാർ അത് ചെയ്യുന്നു ശക്തമായി. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ആത്മീയമായി വളരണമെങ്കിൽ ഈ 3-4 പടികൾ എടുത്തേ പറ്റൂ. ദൈവവചന വായനയാണ് ഒന്നുകൂടെ വ്യക്തമായി പറയാം. 2, ഈ പ്രപഞ്ചത്തെ ധ്യാനിക്കുന്നു, സൃഷ്ടിയെ ധ്യാനിക്കുന്നു. അതിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുകയാണ്, അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അനുദിന ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ നമ്മൾ തയ്യാറാകുന്നത് വഴിയാണ് ദൈവത്തെ കണ്ടെത്തുന്നത്. ജോലിയെ പ്രാർത്ഥനയെ അനുഭവിച്ചുകൊണ്ട് ബെനഡിക്റ്റൈൻ നമുക്കറിയാം, പ്രഗേറ ആൻഡ് ലവോറോ, അത് രണ്ടും കൂടെ ഒന്നിച്ചാൽ പോകണം. ജോലിയും പ്രാർത്ഥനയും, അധ്വാനവും പ്രാർത്ഥനയും. അത് അവരെ 8 മണിക്കൂർ പ്രാർത്ഥന, 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ അധ്വാനം എന്നൊക്കെ പറയുന്ന ഒരു ക്രമചിട്ടയാണ് ഈ സന്യാസത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അധ്വാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അധ്വാനിക്കാത്തവന് ജീവിക്കാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല ലോകത്ത്. അധ്വാനം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഏറ്റെടുക്കണം. പിന്നെ ജോലിയെ പ്രാർത്ഥനയെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ജോലികൾ അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒടുവിൽ ദൈവകൃപയാൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ നിർബന്ധിതരാകുന്ന സഹോദരന്മാരിലേക്ക് എത്തപ്പെടുന്നു. വരുന്നവരെ കണ്ടുമുട്ടുന്നു, അവരെ സഹായിക്കുന്നു, അവരെ സ്വീകരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവാന്വേഷകരാകുന്നത്. ദൈവാന്വേഷകരാകാനുള്ള വഴികളാണ് അത് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് മാർപ്പാപ്പ ഇവരോട് പറയുന്നത്. അപ്പോൾ ഇത് 1-ാമത്തെ കാര്യം ഇതാണ്. ഇനി 2-ാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. 2-ാമത്തെ ബെനഡിക്റ്റൈൻ ആധ്യാത്മികതയുടെ ജീവിതത്തിൻ്റെ ഒരു ഘടകമെന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടിയുള്ള ഉത്സാഹമാണ്. ക്രിസ്ത്യാനികളെല്ലാം ഇതും സ്വാധീനിക്കേണ്ട കാര്യമാണ്. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഉത്സാഹം വിശുദ്ധ ബെനഡിക്റ്റിൽ നിന്ന് ഒരു ദാനമായി, പൂർണ്ണമായി, ധന്യമായി ലഭിച്ച പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സന്യാസികൾ ഈ കാര്യത്തിനും മാതൃകയാവുകയാണ് എന്ന് മാർപ്പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. അതായത് അവരുടെ സവിശേഷതയാണ് ആ സന്യാസികൾ ജീവിക്കുന്നിടം അധ്വാനശീലത്താൽ അവരുടെ ദിനങ്ങൾ ഫലപ്രദമാക്കുന്നത് പോലെ നിങ്ങളും എവിടെയാണോ ജീവിക്കുന്നത് ആ ദൈനംദിന പശ്ചാത്തലത്തെ അങ്ങനെ പരിവർത്തനം ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മാർപ്പാപ്പ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അവരുടെ നിയമാവലി തന്നെ പറയുന്ന കാര്യമാണ്. നൈപുണ്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ അതേസമയം തന്നെ മകനീയതയോടും
സ്നേഹവായ്പോടും കൂടെ പുളിമാവാകാൻ വിളിക്കപ്പെടുന്നു നിങ്ങൾ എന്നാണ് മാർപ്പാപ്പ അവരോട് പറയുന്നത്. ഒരു പുളിമാവാണ്. ഈ പുളിമാവ് എല്ലാത്തിനെയും പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ആശ്രമത്തിലേക്ക് ജീവിതം നയിക്കാൻ വരുന്ന ഒരു കുറച്ച് പേരാണ്. നിങ്ങളൊരു പുളിമാവ് പോലെ വർത്തിച്ചുകൊണ്ട് ഈ ലോകത്തെ മറ്റു വിശ്വാസികളെ പുളിപ്പിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതാണ് ഇവരുടെ ദൗത്യം. സന്യാസത്തിൻ്റെ അർത്ഥം അതാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. സഭയിൽ അൽമായരുടെ പങ്കിനെക്കുറിച്ച് വാചാലതയോടെ വിവരിക്കുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, നമുക്കറിയാം അൽമായരുടെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അൽമായരുടെ സ്ഥാനം ഇന്നും അൽമായർ വേണ്ടത്ര രീതിയിൽ അവരുടെ ആ സ്ഥാനത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നത് ദുഃഖകരമായ കാര്യമാണ്. അപ്പം മാർപ്പാപ്പ ഇവിടെ പറയുകയാണ്, ഈ മിഷണറി ഉത്സാഹത്തിന്, സുവിശേഷ ഉത്സാഹത്തിന് ഇങ്ങനെ രൂപരേഖയിടുന്നു. അവർ കൃത്യമായി പറയുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇത് നമ്മൾ ഓർക്കണം. അൽമായർ അവർക്ക് സ്വന്തമായുള്ള ദൈവവിളിയാൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വിളിയാണത്. ഭൗതിക വസ്തുക്കളിൽ വ്യാപൃതരായിക്കൊണ്ടും ദൈവഹിതമനുസരിച്ച് അവയെ ക്രമവൽക്കരിച്ചുകൊണ്ടും ദൈവരാജ്യം അന്വേഷിക്കേണ്ടവരാണ്. ഞാൻ മാർപ്പാപ്പയുടെ വാക്കുകളെ വെച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഈ സന്യാസത്തോട് പറയുമ്പോൾ അത് മറ്റുള്ള വിശ്വാസികൾക്കും നമുക്കെല്ലാം, ഇവൻ വൈദികർക്കും, വൈദികർ സന്യാസികളല്ല, അവർക്കും ഇത് ബാധകമാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്? ഭൗതിക വസ്തുക്കളിൽ വ്യാപൃതരായിക്കൊണ്ടും, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ദൈവഗീതം അനുസരിച്ച് അവയെ ക്രമവൽക്കരിച്ചുകൊണ്ടും, നമുക്ക് തോന്നുന്ന പോലെയാണ്, ദൈവത്തിൻ്റെ ഗീതം അനുസരിച്ച് അവയെ ക്രമീകരിച്ചുകൊണ്ടും ദൈവരാജ്യം അന്വേഷിക്കേണ്ടവരാണ്, ദൈവത്തെ അന്വേഷിക്കേണ്ടവരാണ്. ലോക വിശുദ്ധീകരണത്തിനായി പുളിമാവ് പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യേണ്ടത്. നമുക്കറിയാം സഭയെക്കുറിച്ചുള്ള ഡിഗ്രി ജനതകളുടെ പ്രകാശം 31 നമ്പറിൽ പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു ചിന്തയാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ പരിചിന്തനത്തിന് വയ്ക്കുന്നത്. ആശ്രമ ജീവിത രീതിയുടെ സാന്നിധ്യത്തിൻ്റെ ബെനഡിക്റ്റൈൻകാരുടെയാണ്. പ്രാർത്ഥനയും അധ്വാനവും എന്ന ആപ്തവാക്യത്താൽ അടയാളപ്പെട്ട സുവിശേഷ ജീവിത മാതൃക. അവരങ്ങനെയാണ് ജീവിക്കുന്നത്. പ്രാർത്ഥനയും അധ്വാനവും, സ്വന്തം കാര്യം മുഴുവനും അധ്വാനിച്ച് നേരിടുകയാണ്. ഏത് ബെനഡിക്റ്റൈൻ സന്യാസ സമൂഹത്തിൽ ചെന്നാൽ അതിൻ്റെ വിവിധ ഗ്രൂപ്പുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവിടെ എല്ലാം ചെന്നാൽ കാണാം പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ അധ്വാനത്തിനും ഉണ്ട്. നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ കേരളത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് 2 പേര് ഇവിടെ സന്യാസം തുടങ്ങാനായിട്ട് വന്നു. ബീഡ് എന്ന് പറയുന്ന അച്ഛൻ, അദ്ദേഹം തിരുച്ചനാപ്പള്ളിയിലും, ഫ്രാൻസിസ് ആചാര്യ എന്ന് പറയുന്ന ആൾ നമ്മുടെ കുരിശുമല, വാഗമൺ, ഈരാറ്റുപേട്ടയ്ക്ക് അപ്പുറം അവിടെയും ആശ്രമങ്ങൾ തുടങ്ങി. ഒരു ബെനഡിക്റ്റൈൻ ആശ്രമ ശൈലിയിലാണ്, പക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ അത് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അവരിവിടെ വന്ന് ചെയ്തത് നിങ്ങൾ അവിടെ പോയി നല്ലതാണ് കാണാനായിട്ട്. അവിടെയുള്ള സന്യാസിമാർ അവർ ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. ദിവസത്തിൽ പല നേരങ്ങളിൽ, യാമങ്ങളിൽ അവർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. മണിക്കൂറുകളുള്ള പ്രാർത്ഥനകളുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രിയിലും എല്ലാം. പിന്നെ അവർ അധ്വാനിക്കും. അധ്വാനത്തിൻ്റെ ഉത്തമ മാതൃകകളാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയും അധ്വാനവും എന്ന് പറയുന്ന ഒരു സംസ്കാരം നമ്മളത് കണ്ടുപഠിക്കേണ്ടതാണ്. അവരങ്ങനെ അധ്വാനിച്ച് അവരുടെ ജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമുക്കും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ മാർപ്പാപ്പ ഇവിടെ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ സമാധാനപരമായ ഒരു പരിവർത്തനം, ഒട്ടനവധി ജനങ്ങളുടെ ഉൾഗ്രഥനം എന്നിവ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനം മുതൽ മധ്യകാല സമൂഹത്തിൻ്റെ പിറവി വരെയുള്ള മാറ്റത്തിൻ്റെ കാലത്ത് കെട്ടിപ്പടുക്കപ്പെട്ടത് ഈ പറയുന്ന സന്യാസ സമൂഹത്തിൻ്റെ ചൈതന്യം കൊണ്ടാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. യൂറോപ്പിൻ്റെ ഉന്നതി മുഴുവനും, ശാസ്ത്രീയമായ പുരോഗതി എല്ലാം ഈ ആശ്രമങ്ങളോട് ബന്ധപ്പെട്ടാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. സുവിശേഷത്തിന് വേണ്ടിയുള്ള ആവേശത്തിൽ നിന്നാണ് ഈ ഉത്സാഹം തന്നെ ഉടലെടുത്തത്. നിങ്ങൾക്ക് ഇതൊരു കാലികമായ വിഷയമാണ്, ഇന്നും പ്രസക്തമാണ്. മാർപ്പാപ്പ പറയുകയാണ്, തീർച്ചയായും ഇക്കാലത്ത് ഉപഭോക്തൃതയിൽ സമർപ്പിച്ചിരിക്കുന്നതും അതിവേഗത നിറഞ്ഞതും ആഗോളവൽക്കരിക്കപ്പെട്ടതും ശിഥിലവുമായ ഒരു ലോകത്തിൽ, ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വേരുകൾ ചിലപ്പോൾ അപ്രത്യക്ഷമാണ്, കാണുന്നില്ല.
ഇവിടെ കൈ ചൂണ്ടുന്ന ക്രൈസ്തവർ വേണ്ട, ജീവനിലൂടെ ജീവനിൽ സുവിശേഷം പ്രസരിപ്പിക്കുന്ന ആവേശഭരിതരായ സാക്ഷ്യങ്ങളെയാണ് വേണ്ടത്. ആ സാക്ഷ്യങ്ങളാണ് നിങ്ങൾ. ഇതെപ്പോഴും ഒരു പ്രലോഭനമാണ് നമുക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ. ക്രൈസ്തവ സാക്ഷ്യങ്ങളാകുന്നതിന് പകരം ക്രൈസ്തവ ആരോപകരാവുക എന്നത് ഇന്ന് പലരുടെയും ശൈലിയായി മാറിയിട്ടുണ്ട്. ഒരാരോപകൻ മാത്രമേ ഉള്ളൂ എന്ന് വരുന്നത് ഭയങ്കരമായ ദയനീയമായ അവസ്ഥയാണ്. അപ്പോൾ അതാണ് ഒരു പോയിന്റ് മാർപ്പാപ്പ പറഞ്ഞത്. മൂന്നാമത്തെ ഘടകത്തെക്കുറിച്ച് നമുക്ക് ഓടിച്ച് പറഞ്ഞു തീർക്കാം. അത് ആതിഥേയത്വമായിട്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അത് അവരുടെ ശരിയാണ്. ആശ്രമത്തിൽ ചെല്ലുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. വിശുദ്ധ ബെനഡിക്റ്റ് തൻ്റെ റൂളിൽ, നിയമത്തിൽ ഒരു മുഴുവൻ അധ്യായവും ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. അധ്യായം നമുക്കറിയാം 53 അതിഥികളെ സ്വീകരിക്കൽ. അധ്യായം തുടങ്ങുന്നത് ഈ വാക്കുകളോടെയാണ്: ആശ്രമത്തിൽ വരുന്ന എല്ലാവരെയും ക്രിസ്തുവായി സ്വീകരിക്കുക എന്നാണ്. എന്തെന്നാൽ അവിടുന്ന് ഒരു ദിവസം പറയും, ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ക്രിസ്തുവായി എല്ലാവരെയും കാണുക. മുഴുവൻ സമൂഹവും അതിഥികളുടെ കാര്യത്തിൽ എടുക്കേണ്ട വ്യക്തമായ ചില സമീപനങ്ങൾ അദ്ദേഹം തുടർന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലെല്ലാം ഉണ്ടാകേണ്ട ഒരു പ്രത്യേക മാനമാണിത് എന്നത് ഓർക്കണം. അവർ അവിടുത്തെ കാണാൻ എല്ലാ വിധത്തിലും അവിടുത്തോട് സ്നേഹം കാണിക്കാൻ മുന്നോട്ട് പോകട്ടെ. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പരസ്പരം ബന്ധപ്പെടുകയും സമാധാനത്തിൻ്റെ ചുംബനം കൈമാറുകയും ചെയ്യട്ടെ എന്നാണ് ബെനഡിക്റ്റ് പഠിപ്പിച്ചത്. അപ്പോൾ ഇത് ഉണ്ടാകണം. അവർ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതി വയ്ക്കുന്നത് അതിഥിയുമായി പങ്കുവയ്ക്കേണ്ടതാണ്. തങ്ങളുടെ ഏറ്റവും നല്ലത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ. തുടർന്ന് ബെനഡിക്റ്റ് ആരാണ് പ്രത്യേക അതിഥികൾ എന്ന് പറയുന്നു. ആരാണ് അതിഥികൾ? ദരിദ്രരും തീർത്ഥാടകരുമായവരെ സ്വീകരിക്കുന്നതിന് അങ്ങേയറ്റം പ്രത്യേക കരുതൽ നൽകണം. എന്തുകൊണ്ടെന്നാൽ അവരിലൂടെ വളരെ പ്രത്യേകമായി ക്രിസ്തുവാണ് സ്വീകരിക്കപ്പെടുന്നത്. സഭാംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെ വിശാലമായ ആശ്രമം ലോകമാണ്. മാർപ്പാപ്പ പറയുകയാണ്, നഗരവും തൊഴിലിടവുമാണ്. നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ വാതിലിൽ മുട്ടി വിളിക്കുന്ന ആരെയും സ്വീകരിക്കുന്ന മാതൃകകളാകേണ്ടത്. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും വേണ്ടിയാണ്. ദരിദ്രരോട് മുൻഗണനാ സ്നേഹം കാണിക്കേണ്ട മാതൃകകളാണ് നിങ്ങൾ. അതാണ് ബെനഡിക്റ്റ് ഈ ആശ്രമ സ്ഥാപനത്തിലൂടെ കൈവരിച്ച കാര്യമെന്ന് പറയുകയാണ്. ഇതാണ് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. എന്നാൽ സ്വയം അടച്ചിരിക്കുക എന്ന പ്രലോഭനത്തെയാണ് ഇന്ന് നമുക്ക് എല്ലായിടത്തും നേരിടേണ്ടി വരുന്നത്. വാതിലുകൾ അടയ്ക്കുന്നു. നമ്മൾക്കെല്ലാം പണ്ട് മതിലുകളില്ലായിരുന്നു. ഇപ്പം ഇങ്ങോട്ടുള്ള വരവെന്ന് പറഞ്ഞ് മതിലുകൾ കെട്ടി നമ്മൾ തീർക്കുകയാണ്. വാതിലുകൾ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയാൽ എല്ലാം തുറന്നു കിടക്കുകയാണ്. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെ മാറി, ആളുകളുടെ മനോഭാവം മാറി. അപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ഓർക്കാം, ഈ സന്ദേശം മാർപ്പാപ്പ ബെനഡിക്റ്റൈൻ ചൈതന്യം ജീവിക്കുന്ന ഇന്നത്തെ ആളുകളോടാണ് പറഞ്ഞത്. പക്ഷേ അത് എല്ലാ ആളുകൾക്കും പ്രസക്തമാണ്. നമുക്കൊക്കെ ഉണ്ട് ദൈവത്തെ അന്വേഷിക്കാനും, നമ്മൾ ബന്ധത്തിലാകാനും, അതിഥികളെ സ്വീകരിക്കാനും, മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകാനും ഒക്കെ ഇടയാകണം. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ അനുസ്മരണം കൊണ്ടാടുന്ന നാളുകളാണിത്. ക്രിസ്മസിൻ്റെ സീസണാണിത്. കർത്താവ് ഈ ഒരു സന്ദേശവുമായിട്ടാണ് വന്നത്. അതെല്ലാവർക്കും സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു സന്ദേശവുമായി നമുക്ക് കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കട്ടെ.